2026 നിങ്ങളൊരു സ്പൗസ് ഫ്രണ്ട്ലി കൺട്രി ആണ് നോക്കുന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ന്യൂസിലൻഡ് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെയും കൂട്ടി പോകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കിട്ടും. പിന്നെ ന്യൂസിലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂസിലൻഡിൻ്റെ മെയിൻ ഇൻടേക്ക് എന്ന് പറയുന്നത് പ്രൈമറി ഇൻടേക്ക് ആൻഡ് സെക്കൻഡറി ഇൻടേക്കാണ് ഉള്ളത്. അതിലിപ്പോൾ പ്രൈമറി ഇൻടേക്ക് വരുന്നത് ഫെബും ആൻഡ് സെക്കൻഡറി ഇൻടേക്ക് വരുന്നത് ജൂലൈയിലുമാണ്. പ്രൈമറി ഇൻടേക്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് കൂടുതൽ അവൈലബിൾ ആയിരിക്കും. ജൂലൈ ഇൻടേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഷോർട്ടേജ് ആയിരിക്കും പ്രോഗ്രാംസിനൊക്കെ. ലിമിറ്റഡ് പ്രോഗ്രാംസ് മാത്രമേ അവൈലബിൾ ഉണ്ടാവുള്ളൂ. പിന്നെ കോഴ്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ ഒരുപാട് നല്ല രീതിയിലുള്ള കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഹെൽത്ത് കെയർ റിലേറ്റഡ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ PR ഓപ്ഷൻസ് ന്യൂസിലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ടീച്ചിങ്ങിനാണ്. അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ സ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കോഴ്സസ് എടുത്തിട്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി PR ഓപ്ഷൻസും കൂടി എളുപ്പത്തിൽ കിട്ടും. പിന്നെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ മാസ്റ്റർ പ്രോഗ്രാമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 60% ഓർ അബവ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റും. UG പ്രോഗ്രാമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 65% ഓർ അബവ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ്സ് ആണ്. ഇംഗ്ലീഷിൽ IELTS മാൻഡേറ്ററി ആണ്. പിന്നെ അതുപോലെ തന്നെ ഏതാണ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂസിലൻഡ് വേറൊരു വെറൈറ്റി ഓപ്ഷൻസ് എന്ന് ന്യൂസിലൻഡിലെ PR ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ സ്റ്റേ ബാക്കും. ന്യൂസിലൻഡിൽ വരുന്നത് 3 years സ്റ്റേ ബാക്കാണ് മാസ്റ്റർ സ്റ്റുഡൻസിന് കിട്ടുന്നത്. നിങ്ങൾക്ക് 1 year മാസ്റ്റർ പ്ലസ് 3 years സ്റ്റേ ബാക്ക്. അതോടൊപ്പം തന്നെ PR ഓപ്ഷൻസും എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ന്യൂസിലൻഡിലെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് അറ്റ്ലാന്റ, യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ, വിക്ടോറിയ യൂണിവേഴ്സിറ്റി പോലത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് ഒരു ആക്സെപ്റ്റൻസ് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഒരു 65% ഒക്കെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. 2026 നിങ്ങൾ സ്പൗസ് ആയിട്ടാണെങ്കിൽ ന്യൂസിലൻഡ് ഒരു ഓപ്ഷനിൽ വെച്ചോ. അതുപോലെ തന്നെ ന്യൂസിലൻഡിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ഡു കോൺടാക്ട് ദാറ്റ് നമ്പർ.